നമസ്കാരം. പ്രണയവിവാഹം സക്സസ് ആകുമോ എന്ന് ചോദിച്ചാൽ പ്രണയവിവാഹം പരാജയപ്പെടാനാണ് സാധ്യത എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പ്രണയിച്ച് തീരാത്ത, ജീവിച്ച് കൊതി തീരും മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ വിഷയം ഇവിടെ പറയാനുള്ളതിൻ്റെ ഒരു കാരണം, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കുന്നു. അവരുടെ വീട്ടുകാർ എതിർക്കുന്നു. വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. ഇപ്പം അങ്ങനെയാണല്ലോ, 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമവ്യവസ്ഥയിൽ പരസ്പരം സമ്മതമുണ്ടെങ്കിൽ മാതാപിതാക്കളും അതുവരെ വളർത്തിയവർ, പഠിപ്പിച്ചവർ, പിന്നെ സ്നേഹിച്ചവരെല്ലാം പുറത്താണ്. ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് ആദ്യ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് മരവിപ്പുണ്ടാകുന്ന ഒരു കാലഘട്ടം എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. ഒരേ ആഹാരം കഴിച്ചാൽ വിരക്തി ഉണ്ടാകുക, ഒരേ സ്ഥലത്ത് സ്ഥിരമായി പോയാൽ വിരക്തി ഉണ്ടാകുക, ഒരേ ബസ്സിലോ ട്രെയിനിലോ സ്ഥിരമായി പോയാൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. അങ്ങനെ മനുഷ്യൻ്റെ എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ടാകും. ഇവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടാകുന്നു. രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ അയാളുടെ ജീവിതത്തിൽ യാദൃശ്ചികമായി ഒരു പെൺകുട്ടി കടന്നു വരുന്നു. ഭാര്യ ഉത്തമമായ ദാമ്പത്യം ആഗ്രഹിക്കുന്ന ആളാണ്, ഭർത്താവും അതുതന്നെയാണ്. 3 ആൺകുട്ടികൾ ഉണ്ടാകുന്നു. പക്ഷെ അയാളുടെ മനസ്സിൽ ഒരു പെൺകുട്ടി വരുന്നു. അവരുടെ സെക്ഷനിലേക്ക് വന്ന ഒരു പെൺകുട്ടിയാണ്, ഓഫീസിലെ. അങ്ങനെ വലിയ സുന്ദരിയൊന്നുമല്ല. പക്ഷെ ആ പെൺകുട്ടിയുടെ ഏതോ ഒരു സ്വഭാവ രീതി ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പതിക്കുന്നു. ഭാര്യയായിട്ടുള്ള സ്നേഹബന്ധം ഇങ്ങനെ അകലുന്നു. എന്നെ വന്ന് കാണുമ്പോൾ ഞാൻ വളരെ മുമ്പ് കണ്ട സുന്ദരനായ ആ മനുഷ്യൻ്റെ മുഖം അതിസങ്കീർണമായ ഒരാളുടെ മുഖലക്ഷണമായി മാറിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അതിലെപ്പോഴും ഷേവൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് ഒക്കെ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്ന ആൾ ഇത്തിരി കുറ്റിരോപങ്ങളൊക്കെ ആയിട്ട് ഒരു നിരാശപ്പെടർന്ന, ഒരു നിരാശനായ, നമ്മുടെ നെടുമുടി പിന്നെ വേണു നാഗവള്ളി ചേട്ടൻ്റെ ചില സിനിമകളുടെ ചതഞ്ഞ കണ്ണുകളും ചെറിയ രോമങ്ങളും ഒക്കെ ആയിട്ട് നിരാശനായ കാമുകൻ്റെ ഒരു പരിവേഷം ഉണ്ടാകുന്ന കഥാപാത്രങ്ങളൊക്കെ പോലെ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം എന്നെ പറഞ്ഞു, ധാമി, ഞാനൊരു ധർമ്മസങ്കടത്തിലാണ്. ഞാൻ ചോദിച്ചു, എന്താണ്? മദ്യപാനം തുടങ്ങിയോ? ലേശം. എന്തിനാണ്? കുറച്ചു നേരം നിശബ്ദനായിരുന്നിട്ട് പറഞ്ഞു, ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, അയ്യോ, അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. നിങ്ങൾ പ്രണയിച്ചൊക്കെ കല്യാണം കഴിച്ച സന്തോഷം 2-3 കുട്ടികളായില്ല, അല്ലെ? രണ്ടാമത്തെ 2 ഇരട്ടകളാണ്, എല്ലാം നല്ല കുട്ടികൾ, അവരും കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, എനിക്ക് അവളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. എന്തുകൊണ്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല? അവരൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് നല്ല പേർക്കും 2 പേരും ഗസറ്റഡ് റാങ്കിലുള്ള നല്ല ശമ്പളമുണ്ട്, നല്ല ഗൃഹമുണ്ട്, എല്ലാവിധ സൗഭാഗ്യങ്ങളുമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചെറുപ്പക്കാരി എവിടെ നിന്നോ ജോലി തേടി വന്ന, ജോലി തേടി വന്നതല്ല, അദ്ദേഹം ഒരു മരണം സംഭവിച്ചപ്പോൾ, പിതാവിന് മരണം സംഭവിച്ചപ്പോൾ ആ കുടുംബത്തിൻ്റെ താങ്ങായി നിന്ന ഒരു പെൺകുട്ടി, കുടുംബത്തിൻ്റെ ആകെ ആശ്രയമായ പെൺകുട്ടി പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ സെക്ഷനിലേക്ക് വരുന്നു. അവളുടെ ദുഃഖകരമായ കഥകൾ കേട്ട് ഇദ്ദേഹം അനുകമ്പയുണ്ടാകുന്നു. അവൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നു. ആ കുട്ടി ആദ്യമൊക്കെ അത് നിഷേധിക്കുന്നു. പക്ഷേ നീ ഒരു സഹോദരനെ പോലെ കണ്ടോളൂ, ഒരു പിതാവിനെ പോലെ കണ്ടോളൂ, ഞാൻ നിൻ്റെ ഒരു മൂത്ത സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം അവളെ സഹായിക്കുന്നു. മറ്റൊരു ശാരീരികമായ ബന്ധങ്ങളിലേക്ക് പോയില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ടാകുകയും അവിടെ മനസ്സിൽ ഇദ്ദേഹത്തിന് വിട്ടുപിരിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. വല്ലാത്തൊരവസ്ഥയാണിത്. ഞാൻ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ എൻ്റെ മുമ്പിലുള്ളത് കൊണ്ടാണ്. മനുഷ്യൻ്റെ ദുർബലമായ മനസ്സിൽ ഇത്തരം ഒരു വിഷയങ്ങൾ വന്ന് കയറിക്കഴിഞ്ഞാൽ, ഇത്തരം അവസ്ഥകളിൽ മനുഷ്യൻ ചെന്ന് പെട്ടുപോയാൽ അതിന് ഊരി വരാൻ ഇത്തിരി പ്രയാസമാണ്. അദ്ദേഹം പറയുന്നു, സ്വാമി, എനിക്കെന്താണെന്നറിയില്ല. എനിക്കെൻ്റെ ഭാര്യയോടൊപ്പം ഒരു കട്ടിലിൽ കിടക്കാൻ കഴിയുന്നില്ല, എനിക്കെൻ്റെ മക്കളെ ലാളിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ഭാര്യയോടൊപ്പം സിനിമയ്ക്ക് പോകാൻ കഴിയുന്നില്ല,
ഒരു വിവാഹത്തിന് പോകാൻ കഴിയുന്നില്ല. എൻ്റെ മനസ്സ് നിറച്ച് തൻ്റെ സെക്ഷനിൽ പുതുതായി ജോലിക്ക് വന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ ഹോസ്റ്റലിലാണ് താമസം. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല സ്വാമി എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കണ്ണു നിറയുന്നു, കരയുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ ഒരു കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. നോവുകടൽ എന്ന് പറയുന്ന അതിൻ്റെ 2ാം ഭാഗമുണ്ട്. മജ്ജയും മാംസവും ഹിമാലയം എന്ന് പറഞ്ഞ അതിൻ്റെ 3ാം ഭാഗമുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ ഞാൻ ചെന്ന് പെട്ടുപോകുന്ന, ഇല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന ഇത്തരം ജീവിതത്തിൻ്റെ സന്ദർഭങ്ങൾ, ഇല്ലെങ്കിൽ നമ്മളെ ചൂഷണം സ്ത്രീകളൊക്കെ ഉണ്ട്. നമ്മൾ പുരുഷൻ പെട്ടുപോകും. അതിനകത്ത് നമ്മളിനി പരിമിതനായിട്ട് മാറി നിന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പെട്ടുപോകും അതിനകത്ത്. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സല്ലേ, മനുഷ്യ മനസ്സുകളല്ലേ. ഇരുമ്പ് ഒരൊക്കെയൊന്നും അല്ലല്ലോ, പാറകഷ്ണമൊന്നും അല്ലല്ലോ. ദുർബലതയുണ്ടല്ലോ, എല്ലാ മനുഷ്യൻ്റെ ദുർബലതയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് കപട സന്യാസിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിനകത്ത് സ്ത്രീ എന്താണ്, അടുക്കും തോറും അകലുകയും അകലും തോറും അടുക്കുകയും ചെയ്യും, ചിരിച്ചുകൊണ്ട് കരയുകയും കരഞ്ഞുകൊണ്ട് ചിരിക്കുകയും ചെയ്യും, ഒരു കൈ കൊണ്ട് തലോടുകയും മറ്റേ കൈ കൊണ്ട് തല്ലുകയും ചെയ്യും എന്ന് തിക്കുറിശി സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണല്ലോ സ്ത്രീകളെ നന്നായി അറിഞ്ഞവൻ. ജീവിതത്തിൻ്റെ അവസാന കാലമൊക്കെ വളരെ ഏകാന്തമായിട്ടുള്ള, മകൾ മരിച്ചു, കുടുംബക്കാർ മരിച്ചു, കുടുംബം മുഴുവൻ ശിഥിലമായി. അവസാനം അദ്ദേഹത്തിൻ്റെ ഞാനെന്നും വൈകുന്നേരങ്ങളിൽ തിക്കുറിശേട്ടനെ കാണാൻ പോകും. അദ്ദേഹത്തിൻ്റെ ആ വീടിൻ്റെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് പേര്, സുന്ദരേശൻ നായർ സാറൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചുപോയി, എല്ലാവരും മരിച്ചു. ഞാനൊക്കെ വൈകുന്നേരങ്ങളിൽ പോയിരിക്കുമ്പോൾ ചായയൊക്കെ കിട്ടി. ആ വീടൊക്കെ അവസാനം ആരുമില്ലാതായി. അദ്ദേഹത്തിൻ്റെ മകളൂടെ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാവ്യം ഒക്കെ കെട്ടി തിക്കുറിശേട്ടൻ എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭ മനോദുഃഖപ്പെട്ട് മരണം പുൽകി. അത് ആ വീട് അവസാനം ആരുമില്ലാതെ അനാഥമായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് പ്രേംകുമാർ അക്കാഡമി ചെയർമാനായിരുന്നപ്പോൾ അതിനെ പരിഷ്കരിക്കുകയൊക്കെ ചെയ്തു. അല്ല, മനുഷ്യൻ്റെ ദുഃഖങ്ങൾ എന്താണ്? ഇത്രയും കാവ്യാത്മകമായിട്ടുള്ള കവിതകൾ എഴുതുകയും സിനിമ, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം, ഇതെല്ലാം ഉള്ള ബാലചന്ദ്ര മേനോനേക്കാൾ മുമ്പേ മലയാള സിനിമയിൽ സർവവും തികഞ്ഞ് സകലകാലവല്ലഭനായിട്ടുള്ള സരസ്വതി നാവിൽ വിളയാടുന്ന തിക്കുറിശേട്ടൻ്റെ അവസാന കാലം ഏകാന്തതയാണ് ഏറ്റവും വലിയ ദുഃഖം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സ്ത്രീകളെക്കുറിച്ച് ഇത്രയും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന എഴുതിയിരുന്നത്. അതുപോലെയാണ്. അപ്പം മനുഷ്യർ പെട്ടുപോകും. അത് നമ്മുടെ പുരാണങ്ങളെടുത്താലും ഇതിഹാസങ്ങളെടുത്താലും ചരിത്രം എടുത്താലും ഒക്കെ സ്ത്രീകൾ ഉണ്ടാക്കുന്ന അതിഭീകരമായിട്ടുള്ള, സ്ത്രീകളെക്കുറിച്ച് മോശം പറയുകയല്ല, ഈ ഭ്രമം അതങ്ങനെയാണ് അല്ലേ. മഹാഭാരതവും രാമായണവും ഒക്കെ എടുത്തു നോക്കുള്ളൂ. രാവണനൊക്കെ എന്താണ്, രാവണസ്തുതികളൊക്കെ മഹാശിവനല്ലേ, പരമശിവനാണ്. ഞാനിപ്പോൾ ശ്രീലങ്കയിൽ പോകുന്നുണ്ട്. ഞാൻ രാവണരാവുകൾ എന്ന് പറയുന്ന രാവണൻ്റെ 10 ദിവസത്തെ യുദ്ധത്തിന് മുമ്പുള്ള ജീവിച്ചിരുന്ന 10 ദിവസത്തെ തലകളുടെ ചിന്തകളാണ് ഞാനത് എഴുതി, എൻ്റെ അഭിലാമത്തെ നോവൽ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള വൈദ്യാസികമായിട്ടുള്ള ശക്തികൾ പോലും സ്ത്രീ എന്ന് പറയുന്ന ആ ഭ്രമാത്മകമായിട്ടുള്ള കാലത്തെ അതിജീവിച്ച് നിൽക്കുന്ന, അവരുടെ പിടികളിൽ പെട്ടില്ലാതായി പോകുന്ന അവസ്ഥ അല്ലേ. ശ്രീരാവണൻ്റെയൊക്കെ അവസാനം കണ്ടില്ലേ, മഹാഭാരത യുദ്ധത്തിൽ കണ്ടില്ലേ, ഗാന്ധാരി ശാപത്താൽ കൃഷ്ണൻ പോലും ആടി ഉലഞ്ഞു പോയില്ലേ. സീതാദേവിയുടെ പാതിവൃത്തത്തിൻ്റെ ശക്തിയിൽ ശ്രീരാമൻ പോലും കണ്ടില്ലേ, ശ്രീരാമനൊക്കെ ഒന്നുമല്ലാതെ ശ്രീരാമൻ അവസാനം ദുഃഖം സഹിക്കാൻ വയ്യാത്ത സീതാദേവിയെ പോലുള്ള അത്ര പവിത്രയായ ഒരു സ്ത്രീയുടെ ശാപം കൊണ്ട്, ഇല്ലെങ്കിൽ മനോദുഃഖം കണ്ട്, ശാപമില്ല മനോദുഃഖം കണ്ട് സഹിക്കാൻ വയ്യാതെ സരസ്വതി നദിയിൽ ഇറങ്ങിപ്പോയി ആത്മഹത്യയാണ് അല്ലേ. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് പ്രതിഭാസം തന്നെയാണ്, ഒരു പ്രതിഭാസം തന്നെയാണ്. നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും, ഇനി അത് കണ്ണുമുട്ടനാണെങ്കിലും ശബ്ദം കൊണ്ടുപോലും അവൻ്റെ മനസ്സിൽ സ്ത്രീയുടെ സൗന്ദര്യാത്മകമായിട്ടുള്ളൊരു അവസ്ഥ, ഒരു മനുഷ്യൻ്റെ ഊർജ്ജം, ഒരു സ്ത്രീയുടെ ഊർജ്ജം തന്നെയാണ്, ഒരു പുരുഷൻ്റെ ഊർജ്ജം തന്നെയാണ് സ്ത്രീ. അതിനകത്ത് നമ്മളിനി മുഖം മൂടിയിട്ട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. സ്ത്രീകൾ എങ്ങനെ പെരുമാറുന്നു, നമ്മളെങ്ങനെ സ്ത്രീകളോട് പെരുമാറുന്നു, നിൻ്റെ വിധി എന്താണ്. ഒരു സ്ത്രീയാൽ നിനക്ക് നാശം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ സ്ത്രീ മതി, അവൻ്റെ സർവനാശം ഉണ്ടാവും. നിൻ്റെ പൂർവ്വജന്മത്തിലെ ശത്രുവാണ് നിൻ്റെ ഭാര്യയെങ്കിൽ, പൂർവ്വജന്മത്തിലെ ശത്രുവാണ് നിന്നെ കാമിക്കുന്നതെങ്കിൽ, പൂർവ്വജന്മത്തിലെ ശത്രുവാണ് നിന്നെ പ്രണയിക്കുന്നതുണ്ടെങ്കിൽ, നിന്നെ തന്നെ മതി എന്ന് വീട്ടുകാരോട് പറഞ്ഞ് വേറെ വിവാഹം വേണ്ട, എനിക്ക് ഇവിടെ തന്നെ മതി എന്ന് നിർബന്ധം പിടിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, പൂർവ്വജന്മത്തിൽ ഇവനാൽ നശിപ്പിക്കപ്പെട്ട സ്ത്രീ അവൾ പ്രതികാരദാഹിയായി വന്ന് സൗമ്യമായി വന്ന് ഇവനെ വിവാഹം കഴിച്ച് ഇവൻ്റെ ജീവിതം താറുമാറാക്കി കോടതി വരാതെ തന്നെ പിന്നെ മറ്റേ മോളിരിക്കുന്ന മജിസ്ട്രേറ്റിൻ്റെ എഴുത്ത് തന്നെ അവിടെ കിടക്കും 5-6 വർഷം അല്ലേ. അമ്മായിയമ്മ പോരി, പ്രശ്നങ്ങളുടെ പുറത്ത് പ്രശ്നങ്ങൾ. എനിക്കറിയാവുന്ന ഒരു സ്ത്രീ, അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ഞാൻ ഇതിലേക്ക് വരാം. പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് അതിനൊരു മകനുണ്ടായി. അങ്ങനെ ഇവർ തമ്മിലുള്ള ദാമ്പത്യത്തിൽ എങ്ങനെയാണോ ഇതുപോലെ വേറൊരുത്തൻ കടന്നു വന്നു.
കടന്നു വന്ന് ഈ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഇവർ തമ്മിൽ പൊരുത്തക്കേടുണ്ടായി. ഈ സ്ത്രീ ആ ഭർത്താവിൻ്റെ ആ കാമുകൻ്റെ ഒപ്പമാണ് യാത്രയൊക്കെ. ഞാൻ എനിക്ക് അവരെ പലപ്പോഴും ഇവർ തമ്മിൽ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനേ പോയിട്ടില്ല. എന്തായാലും ഇവരെ വളർച്ചയിൽ ഈ കുട്ടി ഇങ്ങനെ നോക്കി നിന്ന് വളർന്ന കുട്ടി വളർന്ന് വലുതായി ഒരു വിവാഹം കഴിച്ചു. അവൻ അതിനേക്കാൾ വലിയ പ്രശ്നമായി മാറി. കാരണം ഇവരുടെ കുട്ടികളുടെയൊക്കെ മാനസികാവസ്ഥ അങ്ങനെയായി മാറും. അതങ്ങനെയാണ്. ഒന്ന് തകർന്നാൽ ഏടുപടികളിൽ ഒരു പടിക്കെട്ട് വീണ് പോയാൽ താഴെ കടർന്ന് വീഴുമെന്ന് പറയുന്ന പോലെ വീണേ മതിയാവുള്ളൂ. വല്ലാത്ത ഒരവസ്ഥയാണ്. എന്തായാലും ഈ ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിൽ നിന്ന് കരയാണ്. എനിക്കവളെ മറക്കാൻ പറ്റുന്നില്ല, എനിക്കെൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, എനിക്കെൻ്റെ മക്കളെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, പക്ഷേ എനിക്കവളെ മറക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, അയ്യോ താങ്കൾ വിവാഹിതൻ വെറുതെ വിവാഹമാണോ? വിപ്ലവകരമായിട്ടുള്ള വിവാഹം ഉണ്ടാക്കി, തീഷ്ണമായി പ്രണയത്തിൻ്റെ ദാമ്പത്യ വല്ലരി പൂത്തു 3 സന്താനങ്ങളുണ്ടായി, മനോഹരമായ 2 കുട്ടികൾ, സുന്ദരമായ 2 കുട്ടികൾ, അല്ലാതെ ഒരു ആൺകുട്ടി. പൂത്തൊളഞ്ഞിരിക്കുന്ന ദാമ്പത്യത്തിലിതാ വേറൊരു സ്ത്രീ, ജോലി, അച്ഛൻ മരിച്ചപ്പോൾ ജോലി കിട്ടിയ സ്ത്രീ. എന്ത് ചെയ്യാനാണ്? അയാളുടെ മനസ്സ് എൻ്റെ മുമ്പിൽ ദുഃഖിതനായി തല കുമ്പിട്ടിരിക്കുന്നു. എന്നെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണം. ഞാൻ ചോദിച്ചു, എങ്ങനെ വേണം? ആ പെൺകുട്ടിയെ നിങ്ങളങ്ങ് വേണ്ടാന്ന് വെക്കൂ. അവൾക്ക് വിവാഹം കഴിഞ്ഞോ? ഇല്ല, അവൾക്ക് ആലോചനയൊക്കെ വരുന്നുണ്ട്. അതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ അവൾ വിവാഹം കഴിച്ചാൽ എനിക്ക് താങ്ങാൻ വയ്യ. ഞാൻ പറഞ്ഞ മനുഷ്യൻ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്താണിത് പറയുന്നത്? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കൂ. നിങ്ങളൊരു ഭർത്താവ്, 3 കുട്ടികളുടെ അച്ഛനുമല്ലേ? നിങ്ങൾ ആ സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ജീവിതം കൂടെ കൊടുക്കാൻ പറ്റൂ. സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? ഇതെവിടെയാണ് പോയി നിന്നത്? എങ്ങോട്ടായി നോക്കുക? നിങ്ങളോട് അവൾ യാത്ര ചെയ്തോ? ഇല്ല. അവൾ നിസ്സഹായയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ സ്വീകരിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ഇത് ലോണൊക്കെ പാസ്സായി ജാമ്യം നിൽക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ കുട്ടി നിസ്സഹായരാണ്. ഇദ്ദേഹത്തിന് അവളുടെ ശരീരമൊന്നും വേണ്ട, പക്ഷേ അവളെയും കൂടെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേണം. നമ്മൾ എന്തു ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ കേട്ട് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ, അപ്പോൾ ടീച്ചറെ ഇദ്ദേഹം വന്ന് സംസാരിച്ച പറ്റി ചോദിച്ചു, എന്താണ് പ്രശ്നമെന്ന്. അദ്ദേഹം ആകെ മാറിപ്പോയല്ലോ, വല്ല സ്ത്രീകളുടെ പിടിയിൽപ്പെട്ടോ? ഞാൻ പറഞ്ഞു, ഈ സ്ത്രീകളുമായിട്ട് പുള്ളിക്ക് ബന്ധമൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലൊരു പെൺകുട്ടി ജോലിക്ക് വന്നു. ഇയാൾക്ക് അല്ലെങ്കിൽ പൂർവ്വജന്മം കാണും. ഇപ്പോൾ പൂർവ്വജന്മം കാണും. ആ പൂർവ്വജന്മ ബന്ധം കൊണ്ട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ തോന്നും. പക്ഷെ അയാളുടെ മനസ്സിൽ ഭാര്യയേക്കാൾ കൂടുതൽ സ്ഥാനം ഈ പെൺകുട്ടിക്ക് വന്നുപോയി. നമ്മൾ എന്ത് ചെയ്യും? എന്നെ രക്ഷിക്കണം സ്വാമി, എന്നെ സ്വാമി രക്ഷിച്ചേ പറ്റൂ. എങ്ങനെ രക്ഷിക്കണം എന്നാണ്. ഞാനിന്നലെ ഒരു സാംസ്കാരിക നായകൻ്റെ കഥ പറഞ്ഞില്ലേ, നമ്മൾ രക്ഷിക്കാൻ പോയുള്ള അവസ്ഥ. ഞാൻ പറഞ്ഞു, ഞാൻ ആ പെൺകുട്ടിയായിട്ടൊന്ന് സംസാരിക്കട്ടെ, എനിക്ക് സംസാരിക്കാനുള്ള സമയം തരുമോ? അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് ആ പെൺകുട്ടിയോട് ഇതാണ് മാനസികാവസ്ഥ, ആ പെൺകുട്ടിക്ക് നിങ്ങളോടുള്ള മാനസികാവസ്ഥ എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിക്കണം. നമ്മളൊന്ന് ആലോചിക്കണം. എന്നാലും ഈ സമൂഹത്തിൻ്റെ ഒരു പോക്ക്. ആ ഭാര്യയാണെങ്കിൽ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ജീവൻ, ചോറ് കെട്ടിക്കൊടുക്കുക, ഫ്ലാസ്കിൽ വെള്ളം, ടീച്ചർ എന്നെ നോക്കുന്ന പോലെയാണ്. എൻ്റെ 2 കൈ കുപ്പിയിൽ വെള്ളം, ഉച്ചയ്ക്കുള്ള മരുന്ന് കൊണ്ടല്ലോ. 63 വയസ്സായി, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ നേഴ്സറി പോളി പോകുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് നമ്മളും അങ്ങനെ ജീവിക്കുന്നത്. അങ്ങനെ കരുതുന്ന ഒരു ഭാര്യയുടെ ഭാര്യ, ആ ഭാര്യയുടെ ഭർത്താവ്, ആ ഭർത്താവിൻ്റെ മനസ്സിൽ വേറൊരു സ്ത്രീ, സഹിക്കാൻ പറ്റില്ല. എങ്ങനെ സഹിക്കും? എനിക്ക് ഉത്തരവില്ല. അപ്പോൾ അദ്ദേഹം പോയതിന് ശേഷം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ടീച്ചർ ചോദിച്ചു, ടീച്ചർ ചോദിച്ചു, ഇതെന്താണ് പുള്ളി എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന്, ഇതെന്തോ വല്ല പെണ്ണുങ്ങളുടെ പിടിയിൽ പെട്ടോ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ടീച്ചർ അത് അറിഞ്ഞതായിട്ട് വെക്കണ്ട, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ മറ്റേ പെൺകുട്ടിയായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സംസാരിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചു 2 ദിവസം കഴിഞ്ഞപ്പോൾ, സ്വാമി അങ്ങനെ പെൺകുട്ടി വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ എന്നെ ഒന്ന് ബുക്ക് ചെയ്യൂ. 9037744456 അതിൽ വിളിച്ചിട്ട് എന്നെ 10 പേര് കാണാൻ വരുന്നത് പോലെ വരൂ. നിങ്ങൾ കൂടെ വന്നോളൂ, എനിക്ക് വിരോധമില്ല. ഞാനൊന്ന് സംസാരിക്കട്ടെ. പക്ഷെ ആദ്യം ഞാൻ ആ പെൺകുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. ആ പെൺകുട്ടി നിങ്ങൾ എങ്ങനെയാണോ ആ പെൺകുട്ടിയെ കാണുന്നത്, അതുപോലെ തന്നെയാണോ ആ പെൺകുട്ടി നിങ്ങളെ കാണുന്നതെന്ന് വേണ്ടേ? അവർ വിവാഹം കഴിച്ചിട്ടില്ല. നിങ്ങൾ ഭർത്താവും 3 കുട്ടികളുടെ അച്ഛനുമാണ്. സമൂഹത്തിൽ നിലയും വിലയും ഒരു ഗസറ്റ് റാങ്കിലുള്ള ആളാണ്. അപ്പോൾ ഇത് നമ്മുടെ മനസ്സ് അലകടൽ പോലെയാണ്. കടലാണെന്ന് ഞാൻ എപ്പോഴും പറയും. കടൽ അഗാധമായ ഗർത്തങ്ങളും തിമംഗലങ്ങളും തിരമാലകളും ഒക്കെ ആടി ഉലയുന്ന ഒരു പ്രശ്നമാണ് ഈ മനസ്സ്. ഞാൻ ആ കുട്ടിയുടെ മനസ്സൊന്ന് പഠിക്കട്ടെ, ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് ചോദിച്ചു.
എന്തായാലും ആ പെൺകുട്ടി വന്നു. നല്ല ലീനായ ശരീരമുള്ളൊരു പെൺകുട്ടി. അവളെ കണ്ണുകളിൽ തന്നെ അവൾക്ക് ജീവിതത്തോടൊരു ഇഷ്ടം കാണാം. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ മുഖവരയില്ലാതെ പറഞ്ഞു, അധികം സമയമില്ല, പുറത്ത് 10-25 പേർ ഇരിപ്പുണ്ട്, ഞാൻ പെട്ടെന്ന് കാര്യം അവതരിപ്പിക്കാം. അദ്ദേഹം വന്നിട്ടുണ്ടല്ലോ? അദ്ദേഹം വന്നിട്ടുണ്ട്. ദൈവവിശ്വാസമുണ്ടോ? ഉണ്ട് സ്വാമി. ആ വീട്ടിൽ ആരൊക്കെയുണ്ട്? 2 പെൺകുട്ടികളുണ്ട്. ഇങ്ങനെ മരിച്ച ജോലി കിട്ടിയതാണ്, അച്ഛൻ മരിച്ച ജോലി കിട്ടിയതാണ്. ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന് മോളോട് ഒരു ഇഷ്ടമുണ്ട്, സഹായിക്കാറുണ്ടോ? സഹായിക്കാറുണ്ട്. ലോണൊക്കെ എടുത്തു തന്നിട്ടുണ്ട്, എൻ്റെ കടബാധ്യതകൾ ഒരുപാട് തീർത്തു, ഇതെല്ലാം ചെയ്തു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് മോളോടുള്ളൊരു ഇഷ്ടം എന്താണെന്ന് മനസ്സിലായോ? ഇല്ല, പക്ഷേ എന്തോ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. എനിക്ക് തുണികൾ മേടിച്ച് തന്നിട്ടുണ്ട്. നേരിയതും മുണ്ടും ഉടുക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് എനിക്ക് നേരിയതും മുണ്ടും ഉടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞ് ഞാനത് ഉടുത്തോണ്ട് വന്നു. സംസാരിക്കണമെന്ന് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കും. കുട്ടിക്ക് അദ്ദേഹത്തിനുള്ള ഇഷ്ടമാണ്. എന്തിഷ്ടമാണ്? എൻ്റെ ഒരു മൂത്ത സഹോദരനെ പോലുള്ള ഇഷ്ടമാണ്. വേറെ വല്ലതും തോന്നിയിട്ടുണ്ടോ? വേറെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്താ? എനിക്ക് അറിയില്ല സ്വാമി. എന്നെ ദൈവത്തെ ഓർത്ത് എനിക്കൊരു ജീവിതം വേണമെന്നുണ്ട് സ്വാമി. എൻ്റെ ഇളയ 2 പെൺകുട്ടികൾ ബാലൻസ് ഉണ്ട്, ബാക്കിയുണ്ട്. അവരെന്നെ ആശ്രയിച്ചാണ് സ്വാമി ജീവിക്കുന്നത്. ഈ മനുഷ്യനോട് എനിക്കുള്ള ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഒരു സഹോദരനെ പോലെയാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം. ഞാൻ എങ്ങോട്ടെങ്കിലും ജോലി മാറിപ്പോയാൽ, ഞാൻ പറഞ്ഞു, ജോലി പൊയ്ക്കോട്ടെ സ്വാമി, എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഇതിനകത്ത്? എങ്ങനെയാണ് അദ്ദേഹം ഈ പെൺകുട്ടിയെ കാണുന്നത്? ഈ പെൺകുട്ടി എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്? ഇതിനെന്താണ് ഒരു മറുപടി? അവളുടെ കണ്ണുകൾ നിറയുന്നു. ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ എൻ്റെ കുടുംബം അനാഥമായി പോകും. എൻ്റെ 2 സഹോദരിമാർ അനാഥമായി പോകും. ഒരു വിവാഹത്തിന് എനിക്ക് ഒരുപാട് ആലോചനകൾ വരുന്നു. പക്ഷേ എൻ്റെ മുമ്പിൽ ഇദ്ദേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മൂത്ത സഹോദരനായിട്ട് കാണാനാണ് ഇഷ്ടം സ്വാമി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇതിനൊരു മറുപടി പറയുക? ഞാൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യൂ, എൻ്റെ ഈ നമ്പറിലൊന്ന് ടീച്ചറുടെ നമ്പർ കൊടുത്തു, ഈ ടീച്ചർ നമ്പറിൽ എന്നെ ഒന്ന് വിളിക്കൂ, ഞാൻ അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അവർക്ക് നിങ്ങളൊരു മൂത്ത സഹോദരനാണ്. അദ്ദേഹം അനക്കമില്ലാതെ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴെന്താണ് മനുഷ്യ, ആ പെൺകുട്ടി നിങ്ങൾ സഹായിച്ചതൊക്കെ ശരിയാണ്. നിങ്ങളുടെ അച്ഛനും ഭർത്താവും അല്ലേ? 3 കുട്ടികളുടെ അച്ഛനാണ് നിങ്ങൾ സ്നേഹനിധിയായ ഭാര്യയുടെ ഭർത്താവാണ്. നിങ്ങൾ ദൈവത്തെ പോലെ, ജീവനെ പോലെ നിങ്ങളെ ഭാര്യ നിങ്ങളെ നോക്കുകയാണ്. നിങ്ങൾക്ക് ആ വന്ന പെൺകുട്ടിയോട് തോന്നുന്ന ഇഷ്ടം നിങ്ങളൊന്ന് തിരിച്ചറിയൂ മനുഷ്യ. നിങ്ങൾ അവളെ സഹോദരിയായിട്ട് കാണണം എന്ന് ഞാൻ പറയണത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ മകളായിട്ട് കാണണമെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്തായിട്ട് കാണണം എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഞാൻ അത്യാവശ്യം നോവലും പ്രണയവും ഒക്കെ എഴുതി ജീവിക്കേണ്ട ആളാണ്. മന്ത്രവാദവും പൂജയൊക്കെ എഴുതിയും പറഞ്ഞും ഒക്കെ ജീവിച്ചു പോകുന്ന ആളെ. എനിക്ക് ഇത്തരം വിഷയങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവത്തെ ഓർത്ത് എന്നെ ഇനി കാണാൻ വരരുതെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറയുന്നു. അപ്പോൾ അവളെനിക്ക് നഷ്ടപ്പെടുമോ സ്വാമി? നമ്മൾ എന്താണ് പറയുന്നത്? ഞാൻ പോയി, നിങ്ങൾക്ക് മാനസികമായ വല്ല തകരാറുണ്ടോ? നിങ്ങളെ ഈ ഭാര്യ ഉണ്ടല്ലോ, ഈ ബന്ധം അറിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ അറിയാമോ? അവർ ആത്മഹത്യ ചെയ്യും കുട്ടികളെ തോന്നിട്ട്. അയ്യോ എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ. ഞാൻ പറഞ്ഞു, താങ്കൾ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത്, താങ്കൾക്ക് മാനസികമായ ഒരു തകരാറുണ്ടായിട്ടുണ്ട്. ആ മാനസികമായ തകരാർ എന്തെന്ന് മനസ്സിലാക്കണം. ഈ പെൺകുട്ടിക്ക് ഒരിക്കലും നിങ്ങളെ കാമുകനായിട്ടും ഭർത്താവായിട്ടൊന്നും കാണാൻ പറ്റില്ല. നിങ്ങളെ ഭാര്യയെ നിങ്ങളെ മൊത്തത്തിൽ സ്നേഹിച്ച് സ്നേഹത്തിൻ്റെ ഊർജം കൊണ്ട് നിറഞ്ഞു നിൽക്കുവാണ്. ആ സ്ത്രീയുടെ മനസ്സ് മുഴുവൻ നിങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു സ്ത്രീ വന്നിരിക്കുന്നു, പക്ഷെ അവരുടെ മനസ്സിൽ മറ്റൊരു പുരുഷനില്ല. ഇത് ശാപമായിട്ട് മാറും. അത് ജന്മാന്തരങ്ങൾ കടന്നു വരും. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ പെൺകുട്ടിയെ മനസ്സിൽ നിന്ന് കളയണം. അവൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിപ്പോകട്ടെ. ആ മനുഷ്യൻ നിശബ്ദനായിട്ടിരുന്നു. അവിടെയാണെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പം അമ്പലത്തിലെ കുമാർ പറയും, ഇത്ര ഒരുപാട് പേര് കാണാനിരിക്കില്ലേ, എന്തായാലും എന്നെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ തലയിൽ കാവേരി പോയി ഒന്ന് കുളിച്ച വിധി ഒന്ന് മാറ്റൂ. അപ്പോൾ അവളെന്തിനു മനുഷ്യ, നിങ്ങളെ ഭാര്യയും കുട്ടികളെയും കൊണ്ട് പോകൂ, പോയി കുളിക്കൂ, കുളിച്ച വിധി ഒന്ന് മാറ്റൂ. തിരുവണ്ണാമലയിൽ പോയി ഭാര്യയും മക്കളെയും കൊണ്ടൊന്ന് നടക്കൂ. ആ പൂർവ്വജന്മത്തിലെ ഊർജ്ജം മുഴുവൻ നടന്നു തീരട്ടെ. തഞ്ചാവൂർ കുംഭകോണത്തെ 108 ശിവലിംഗത്തിൽ പോയി ഒന്ന് അഭിഷേകങ്ങൾ ചെയ്തു. ഇതൊന്നും പൂജ പരിഹാരങ്ങളല്ല, മനസ്സിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അദ്ദേഹം പോയി.
കുറേ ദിവസത്തിന് ശേഷം ആ പെൺകുട്ടി ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. ഈ മനുഷ്യൻ കുറേ ദിവസത്തേക്ക് ലീവ് എടുത്തു, ഡിപ്രഷന് മരുന്ന് കഴിച്ചു. അപ്പോഴാണ് ഈ ഭാര്യ എന്നെ കാണാൻ വരുന്നത്. സ്വാമി, അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് സ്വാമി? ഒരിക്കലും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, തൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട് എന്ന് ആ ഭാര്യ ഒരിക്കലും വിചാരിക്കുന്നില്ല. മോശമായിട്ടുള്ള ഒന്നും ഇതിനകത്ത് നടന്നിട്ടില്ല. അവളെ സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടില്ല, അവളെ ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന് എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ ഞാനല്ലാതെ മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്നറിഞ്ഞാൽ ആ സ്ത്രീ അവിടെ വീണ് മരിക്കും. അവർ പിന്നെ ഒരു നിമിഷം ജീവിച്ചിരിക്കത്തില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് എന്തോ മാനസികമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമുണ്ടോ? ഒന്നുമില്ല സ്വാമി. അദ്ദേഹത്തിന് ഞാനിപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം അവിടുന്ന് മാറിക്കിടക്കുമായിരുന്നു. എനിക്കതിനകത്ത് വിരോധമൊന്നുമില്ല. ഞാൻ കുട്ടികളുടെ കൂടെ കിടന്നുറങ്ങും സ്വാമി. കുട്ടികൾക്കാണെങ്കിൽ രാത്രി അച്ഛൻ്റെ കൂടെ കിടക്കണം. അതിൽ ഇളയ കുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ നെഞ്ചത്ത് കയറി കിടന്നേ ഉറങ്ങുള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും ഇഷ്ടമല്ലാതായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള എന്തോ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇത്രയൊക്കെ ഒന്ന് കരിയൂ. പൂജ പരിഹാരങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ഭയക്കണ്ട. എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചത് ആ സ്ത്രീയെ, ആ ഭർത്താവിനെ സമർപ്പിക്കുന്ന സത്യവാൻ സാവിത്രി കണ്ടിട്ടില്ലേ? കാലൻ വന്ന് സത്യവാൻ്റെ ആത്മാവുമായിട്ട് പോവുകയാണ്. സാവിത്രി കാലൻ്റെ പുറകെ പോയി. കാലൻ ചോദിക്കും, ഞാൻ അവൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ എടുത്തുകൊണ്ട് പോവുകയാണ്, നീ വന്നിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അവളുടെ താപശക്തി കൊണ്ട്, അവളുടെ ഭർത്താവിനോടുള്ള കടപ്പാടുകൾ കൊണ്ട് അവളുടെ പ്രാണൻ കാലൻ വിട്ടുകൊടുക്കുന്ന സത്യവാൻ സാവിത്രി എന്ന് പറയുന്ന പുരാണത്തെ ഇതിഹാസങ്ങളിലൊരു കഥയുണ്ട്. പുരാണത്തിലെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വിട്ടുകൊടുക്കൂ. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആഘാതമുണ്ടായിട്ടുണ്ട്. ഒന്നും സംസാരിക്കേണ്ട, നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കൂ, അദ്ദേഹത്തെ കരുതൂ, ഈ 3 കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കൂ, അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവരെ മടക്കി അയച്ചു. അപ്പോഴും ചോദ്യമൊന്നും ബാക്കിയുണ്ട്. അദ്ദേഹം എവിടേക്കാണ് പോയി നിൽക്കുന്നത്? അത് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള സംഘർഷപ്പെടുത്തുന്ന, മനസ്സിന് ആഘാതമുണ്ടാക്കുന്ന കഥകളുമായിട്ട് വരാം. അതുവരെ നന്ദി, നമസ്കാരം.